ആശാവർക്കർമാരുമായി സംസ്ഥാന സർക്കാർ വീണ്ടും ചർച്ചയിലേക്ക്. ആരോഗ്യമന്ത്രി നേരിട്ടാണ് ചർച്ച നടത്തുക. ആദ്യവട്ട ചർച്ച പരാജയപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും ചർച്ച തീരുമാനിച്ചത്. നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് ആശമാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി കാർത്തിക, ആദ്യവട്ട ചർച്ച നടന്നു, അത് പരാജയം. അവർ നാളെ മുതൽ നിരാഹാര സമരവുമായി മുന്നോട്ട് പോകുമെന്ന് ആശാവർക്കർമാർ അറിയിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് ഇവരെ വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുള്ളത്. എപ്പോഴാണ് ചർച്ച നടക്കുക? കൂടുതൽ വിവരങ്ങൾ. 3 മണിക്ക് ചർച്ച നടത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്ന കാര്യം. നിയമസഭാ റൂമിലാണ് ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ചർച്ച നടത്തേണ്ടവർ ഇവിടെയാണുള്ളത്. അവരെ വിളിക്കുമ്പോൾ നിയമസഭയിലേക്ക് പോകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ പൊരി വെയിലത്തും മഴയത്തുമൊക്കെ അവർ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 38 ദിവസത്തോളമായി. ഇന്ന് രാവിലെ 11 മണിക്ക് NHM ഡയറക്ടറുമായി ആശാവർക്കർമാർ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ച ഫലം കണ്ടില്ല. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള കാരണങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് ഇന്ന് നടക്കുന്ന ആരോഗ്യമന്ത്രിയുമായുള്ള ഒരു ചർച്ചയിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. എന്താണ് എന്താണ് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ ഈ ആരോഗ്യമന്ത്രിയുള്ള ചർച്ച? ഇപ്പോൾ പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ 12 മണിക്ക് വിളിച്ച് ചർച്ചയ്ക്ക് വിളിച്ചിട്ട് അത് പിന്നെ ഈ വലത് കാലിൽ ഇരിക്കണ മന്തിനെ അടുത്ത് ഇടതിൽ കാലിലാക്കിയതുപോലെ തിരിച്ചു വിട്ട് ഇനിയിപ്പോൾ അടുത്ത് 3 മണിക്ക് വെച്ചൊക്കെയാണ്. അതിലെങ്കിലും ഞങ്ങൾക്കൊന്ന് ഒരു നീതി കിട്ടിയാൽ കൊള്ളായിരുന്നു. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അടുത്തല്ലെങ്കിലും ഇതാവോ എന്നുള്ളത്. ഓണറേറിയത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എന്തായിരുന്നു മറുപടി? ഓണറേറിയം ഞങ്ങൾക്ക് സമരത്തിൽ ഇരിക്കുന്നവർക്ക് കട്ടാണ്, ഇല്ല. സമരത്തിൽ ഇരിക്കുന്നവർക്ക് വന്നിട്ടില്ല, ബാക്കിയുള്ളവർക്ക് വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് വന്നിട്ടില്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? ഞങ്ങൾ ഈ ചർച്ചയിൽ പ്രതീക്ഷയുണ്ട്. അതായത് ഞങ്ങൾ ന്യായമായ ആവശ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്, അല്ലാതെ അനീതിയായിട്ട് ഒന്നും ചോദിക്കുന്നില്ല. ന്യായമായ ആവശ്യങ്ങൾ, അപ്പോൾ അത് തന്നേ പറ്റുള്ളൂ. എന്നുവെച്ചാൽ നമ്മൾ അത്രയും കഷ്ടതയും ദുരിതം അനുഭവിച്ചാണ് വർക്ക് ചെയ്യണത്. നമ്മൾ വേതനത്തിനേക്കാൾ അപ്പുറം നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് വർക്ക് ചെയ്യണത്. അതായത് കുഞ്ഞുങ്ങൾ, അമ്മമാർ, ഇതെല്ലാം നമ്മളെ എന്നുള്ള കണക്കിലാണ് ചെയ്യുന്നത്. അതല്ല വേറെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമല്ല. നമ്മൾ ഇതൊക്കെ നമ്മളേതായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ചെയ്യുന്നത്. ജീവൻ മരണ പോരാട്ടം നടത്തി തന്നെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അതുപോലെ ഇന്നത്തെ കാലത്ത് നമുക്ക് 232 രൂപയ്ക്ക് ജീവിക്കാനേ പറ്റൂല, ഒന്നിനും പറ്റൂല. പഠിക്കുന്ന പിള്ളേരുണ്ട്, പിന്നെ നമുക്ക് കറണ്ട് ചാർജ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് അതിനൊന്നും പറ്റൂല. അപ്പം ഞങ്ങൾക്ക് അർഹതപ്പെട്ട വേതനം ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഇവർക്കൊക്കെ മാത്രം ജീവിച്ചാൽ പോരല്ലോ. അവർക്ക് ഞങ്ങൾക്ക് തരാനാണ് പൈസ ഇല്ലാത്തത്, ബാക്കി എല്ലാവർക്കും ഉണ്ട്. അപ്പം ഞങ്ങളെ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളെയും കൂടെ ഇതാക്കണം. ഇപ്പോൾ ചർച്ചയ്ക്കായി ആശാവർക്കർമാരെ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്ത് വന്നാലും അതിനെ വളരെ ധൈര്യപൂർവ്വം നേരിടണം. അതായത് ചർച്ച പരാജയമാണെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇപ്പോൾ ഇവർക്ക് ആഹ്വാനം നൽകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇപ്പോൾ ചർച്ചയ്ക്ക് വേണ്ടി നേതാക്കൾ ഉൾപ്പെടെ അവിടേക്ക് പോവുകയാണ്, നിയമസഭയിലേക്ക് പോകുന്നത്. നിങ്ങൾ ചർച്ചയ്ക്ക് പോവുകയാണ്? അതെ അതെ. ഈ ചർച്ചയിൽ പ്രതീക്ഷയുണ്ട്? തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്, 100% പ്രതീക്ഷയുണ്ട്. ഗവൺമെൻറ് ചർച്ചയ്ക്ക് വിളിക്കുകയല്ലേ, ഉറപ്പായിട്ടും. ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ തുടർ തീരുമാനം? പരിഗണിച്ചേ പറ്റൂ. ഇന്ന് 38 ദിവസമായില്ലേ? ജനാധിപത്യ ഗവൺമെൻറ്റാണ്, പരിഗണിക്കാനാണ് ഞങ്ങൾ പോണത്, പരിഗണിക്കാതിരിക്കാനല്ല. രാവിലത്തെ ചർച്ചയിൽ എന്തായിരുന്നു ഒരു തീരുമാനം? ഞങ്ങൾക്ക് സമയം പോയിരിക്കുകയാണ്. അവരുടെ സമയമായി. ഇതിപ്പോൾ 3 മണിക്കാണ് ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ ചർച്ചയ്ക്ക് പോവുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഏതായാലും എല്ലാവരോടും അവർ പറയുന്നുണ്ട്, വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കണം എന്നുള്ളതാണ് ഈ ഓരോ സമരക്കാരോടും പറയുന്നത്. അവരുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് അവർ. ഇവിടെ ചർച്ചയ്ക്ക് പോയവർ മറ്റ് ആശാപ്രവർത്തകരോട് പറയുന്നത് എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കണം, അവർ പോവുകയാണ്. എന്ത് സംഭവിച്ചാലും ഈ പരാജയമാണ് ചർച്ച എങ്കിൽ മരണം വരെ സമരം ചെയ്യും, നിരാഹാര സമരത്തിലേക്ക് അടക്കം നമ്മൾ കടക്കും. നമ്മൾ 38 ദിവസമായി സെക്രട്ടേറിയറ്റ് മുന്നിൽ തുടർന്നുകൊണ്ട് പോകുന്ന സമരം അത് വിജയിക്കും. സർക്കാർ ഇത്രത്തോളം ദിവസമായി പൊരി വെയിലത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ നമ്മൾ സമരം ചെയ്യുകയാണ്. അത് സർക്കാർ മനസ്സിലാക്കും എന്നുള്ളതൊക്കെ പറഞ്ഞ് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ചർച്ചയ്ക്ക് പോയിരിക്കുന്നത്. രാവിലെ 11 മണിക്ക് NHM ഡയറക്ടറുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ സംസ്ഥാനത്തെ ഒരു സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. സംസ്ഥാനത്തെ സാമ്പത്തിക ഭദ്രതയില്ല. അതുകൊണ്ട് തന്നെ ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുക, 21,000 രൂപയാക്കി ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യം, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ നൽകുന്ന കാര്യം, ഇതൊക്കെ തന്നെ ഈ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ് അതിന് കാരണമായി പറയുന്നത്. ഈ സമരത്തിന്റെ ആദ്യഘട്ടം മുതൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. കേന്ദ്രം കൃത്യമായ ആനുകൂല്യം നൽകുന്നില്ല എന്നുള്ളതായിരുന്നു
അവർ പറഞ്ഞ ഒരു കാര്യം. പക്ഷേ അത് കള്ളത്തരമാണ്, പൊള്ളത്തരമാണ് എന്നുള്ളത് പല ഘട്ടങ്ങളിലും അതിൻ്റെ രേഖകളടക്കം പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ കൃത്യമായി ആശമാർക്ക് നൽകാനുള്ള അതിൻ്റെ ആനുകൂല്യം, ആ തുക ലഭ്യമാക്കുന്നുണ്ട്. പക്ഷേ അത് സംസ്ഥാന സർക്കാരാണ് കൃത്യമായി ആശമാരിലേക്ക് എത്താത്തത്. ഇത് പല ഘട്ടങ്ങളിൽ നമ്മൾ ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടത്തുന്ന സമയത്തൊക്കെ തന്നെ ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്. കേന്ദ്ര സർക്കാർ നേരിട്ട് ഈ സംസ്ഥാന സർക്കാരിനെ ഒഴിവാക്കിക്കൊണ്ട് ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയുമോ എന്നുള്ളൊരു അഭ്യർത്ഥന വരെ ഈ ആശമാർ നമ്മളോട് മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും 38 ദിവസമായി സെക്രട്ടേറിയറ്റ് മുന്നിൽ ആശമാർ സമരം നടത്തുന്നു. പല പ്രതികൂല സാഹചര്യങ്ങളുണ്ട്. നമുക്കറിയാം, ഈ 1 മണി 12 മണി സമയത്ത് നമുക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. അത്രത്തോളം ചൂടാണ് അനുഭവപ്പെടുന്നത്. ആ വെയിലത്തും മഴയത്തും ഒക്കെയാണ് ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ ആശമാർ സമരം നടത്തിയിരിക്കുന്നത്. 38ാം ദിവസം അവർ ഇനി സംസ്ഥാന വ്യാപകമായിട്ടുള്ള ആശാവർക്കർമാർ സഹന സമരം തന്നെയാണ് സെക്രട്ടേറിയറ്റ് പഠിക്കാൻ നടത്തുന്നത്. ഇവിടെ രശ്മി കാർത്തിക സൂചിപ്പിച്ചതുപോലെ തന്നെ കനത്ത മഴ, ഇന്നലെ കനത്ത മഴയായിരുന്നു. ആ പകൽ നേരങ്ങളിൽ കൊടും ചൂടാണ്. ഇതിനെയെല്ലാം തൃണവൽക്കരിച്ചാണ് ആശാവർക്കർമാർ ജീവിക്കാൻ വേണ്ടി ജീവൻ മരണ പോരാട്ടം സെക്രട്ടേറിയറ്റ് നടത്തുന്നത്. അവരുടെ ആദ്യവട്ട ചർച്ച പരാജയപ്പെട്ടു. വീണ്ടും അവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. പക്ഷേ ചെല്ലേണ്ട സമയം നിശ്ചയിച്ചിട്ടില്ല. സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നിന്നും പ്രജിത് മോഹൻ കൂടി ചേരുന്നു. പ്രജിത്ത്, 3 മണിയോടുകൂടി ചർച്ചയ്ക്ക് വിളിക്കുമെന്നാണ് ആരോഗ്യമന്ത്രി അറിയിച്ചത്. പക്ഷേ നിയമസഭാ സമ്മേളനം ഉള്ളതിനാൽ എപ്പോഴാണ് ചർച്ച നടക്കുക എന്നറിയില്ല. ആശാ വർക്കർമാർക്ക് ഇപ്പോഴും പ്രതീക്ഷ തന്നെയാണുള്ളത്. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്നാണ് അവരുടെ വാക്കിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ നാളെ മുതൽ അവർ നിരാഹാര സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ആശാ വർക്കർമാരുടെ സമരം എത്രയും പെട്ടെന്ന് തീർക്കേണ്ട സർക്കാരിൻ്റെ ആവശ്യം കൂടിയാണ്. കാരണം ഇപ്പോൾ അംഗൻവാടി ജീവനക്കാർ കൂടി സമരത്തിനിറങ്ങുകയാണ്. അതുമാത്രമല്ല, ഇനി ഇവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രി കേരളം മുഴുവൻ പര്യടനം നടത്താനും പോകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ സമരം തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ പ്രജിത് മോഹനൻ? വിനോദ്, സർക്കാരിന് അങ്ങനെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഞാനിപ്പോഴുള്ളത് സെക്രട്ടേറിയറ്റിന് മുൻപിലല്ല വിനോദ്, നിയമസഭയ്ക്ക് മുൻപിലാണ്. ഇവിടുത്തെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനുള്ളിൽ വെച്ചാണ് ഇത്തരമൊരു ചർച്ച ഇന്ന് നടക്കുക. നമ്മളോട് അവസാനമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വിവരം അനുസരിച്ച് 3:30 ഈ ചർച്ച ആരംഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും ചർച്ച എപ്പോൾ ആരംഭിച്ചാലും ശരി, ഇന്നെങ്കിലും അവരുടെ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകേണ്ടത് വളരെ അനിവാര്യമായ ഒരു കാര്യമായി മാറിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ 38 ദിവസമായി സംസ്ഥാനത്തിൻ്റെ അടുത്ത കാല ചരിത്രത്തിൽ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സമരമായി ഈ ആശാ വർക്കർമാരുടെ സമരം മാറിയിട്ടുണ്ട്. മഴയത്തും വെയിലത്തും ഈ പറയുന്ന രീതിയിൽ എല്ലാ സാഹചര്യങ്ങളെയും അവഗണിച്ചുകൊണ്ട്, അവർക്ക് നേരെ വന്ന അവഹേളനങ്ങൾ അവഗണിച്ചുകൊണ്ടൊക്കെ അവർ കഴിഞ്ഞ കുറേ നാളുകളായി ഈ സമരം ഇങ്ങനെ തുടർന്നു വരുന്നു. അവർക്ക് സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള പിന്തുണ ലഭിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളുടേതാണെങ്കിലും ശരി, പൊതുസമൂഹത്തിൽ നിന്നുള്ള മറ്റ് ആളുകളുടെ ആണെങ്കിലും ശരി, വ്യക്തികളുടെ ആണെങ്കിലും ശരി, അങ്ങനെ വലിയ പിന്തുണ നേടിക്കൊണ്ടാണ് ആശാ വർക്കേഴ്സിൻ്റെ ഈ സമരം മുന്നോട്ട് പോകുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അതിൻ്റെ 3ാം ഘട്ടം എന്ന നിലയിൽ നാളെ മുതൽ ഒരു നിരാഹാര സമരത്തിലേക്ക് പോകുമെന്ന പ്രഖ്യാപനം വന്നതോടുകൂടി സർക്കാർ ഒരു ചർച്ചയ്ക്കൊക്കെ തയ്യാറായിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ CPM-ന്റെ നേതാക്കളൊക്കെ ഈ സമരത്തെ അവഹേളിക്കുന്ന ഒരു നിലയാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഈ സമരത്തിന് പിന്നിൽ ചില ദുഷ്ടബുദ്ധികളാണ്, അല്ലെങ്കിൽ സമരത്തിന് വന്നിരിക്കുന്നവരെ ആ സ്ത്രീത്വത്തെ അവമാനിക്കുന്ന രീതിയിൽ വരെയുള്ള പരാമർശങ്ങൾ ചില CITU നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി. അവർക്ക് സഹായം ചെയ്യാൻ എത്തിയ ആളുകളുമായി ബന്ധപ്പെടുത്തിയൊക്കെ അത്തരം പരാമർശങ്ങളൊക്കെ വന്നത് പിന്നീട് വലിയ വിമർശനങ്ങൾക്കൊക്കെ കാരണമായിരുന്നു. പിന്നീട് ഈ മഴയത്ത് സമരം ചെയ്തിരുന്ന അമ്മമാർക്ക് ഈ പറയുന്ന രീതിയിൽ റെയിൻകോട്ടുകളും മറ്റും കുടകളുമൊക്കെ എത്തിച്ചതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവരുടെ ഒരു മുന്നോട്ട് വരൽ, ഒപ്പം കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ അനുകൂലമായ സമീപനം സ്വീകരിക്കുമെന്നുള്ള ഒരു നിലപാട് പറച്ചിലൊക്കെ ഉണ്ടായിട്ടും സംസ്ഥാന സർക്കാർ മാത്രം ആശമാരെ അവഗണിക്കുന്ന സമീപനം തുടർന്നു വന്നിരുന്നു. അവരുമായിട്ടൊരു ചർച്ച നടത്താൻ പോലും സർക്കാർ തയ്യാറായില്ല എന്നുള്ളൊരു സാഹചര്യം നിലനിന്നിരുന്നു. ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പരിഗണനയും നൽകില്ല എന്നുള്ളൊരു സമീപനത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയെടുത്തു നിന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു പക്ഷേ മുട്ടുമടക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഇന്ന് ഈ പറയുന്ന രീതിയിൽ നാളെ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് പോകുമെന്ന പ്രഖ്യാപനം വന്നതോടുകൂടി NHMമായി സംസ്ഥാന കോർഡിനേറ്ററുമായി നടത്തിയിട്ടുള്ള ചർച്ച, ആ ചർച്ചയിലും പക്ഷേ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മുന്നിൽ വെച്ചു എന്നുള്ള ഒരു ഖേദകരമായ ഒരു സാഹചര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം മുഖ്യമന്ത്രി അടക്കമുള്ളവർ കോടികൾ ചെലവഴിച്ച് വീണ്ടും നവകേരള യാത്ര പോലൊരു യാത്ര സംഘടിപ്പിക്കാനൊക്കെ ഒരുങ്ങുന്ന ഘട്ടത്തിൽ PSC അംഗങ്ങൾക്കുമൊക്കെ ഒരുപാട് ശമ്പളം വാരിക്കോരി നൽകുന്ന ഒരു സാഹചര്യത്തിൽ, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെയൊക്കെ യാത്രാബദ്ധയൊക്കെ കൂട്ടി നൽകുന്ന സാഹചര്യത്തിൽ, അങ്ങനെ വേണ്ടപ്പെട്ടവർക്കെല്ലാം ധാരാളം പണം നൽകുന്ന സർക്കാർ ഈ ആശമാരുടെ തുച്ഛമായ ഓണറേറിയം വാങ്ങിക്കുന്ന ആശമാർ ഇപ്പോൾ അവർ നിയമസഭാ കവാടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിയമസഭയ്ക്കുള്ളിലേക്ക് മന്ത്രിയുമായി ചർച്ച നടത്തുന്നതിന് വേണ്ടി ആശമാർ 2 വാഹനത്തിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാവുന്നതാണ്. നേരത്തെ ഈ സമരത്തിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഈ നിയമസഭയ്ക്കുള്ളിലേക്ക് പോകുന്നതിനായി എത്തിയിരിക്കുന്നത്. ഒരു വാഹനത്തിനുള്ളിൽ കുറച്ചധികം ആശാ വർക്കേഴ്സ് ഉണ്ട്. അവരുടെ വാഹനം എന്തായാലും അകത്തേക്ക് കടത്തിവിടുമെന്ന് തോന്നുന്നില്ല. അവർ ഇവിടെ നിന്നും ഇറങ്ങി നടന്നായിരിക്കും അകത്തേക്ക് പോകാനുള്ള സാധ്യതയുള്ളത്. എന്തായാലും സമരത്തിന് നേതൃത്വം
പ്രധാന ആൾക്കാർ തന്നെയാണ് എത്തിയിട്ടുള്ളത്. കൃത്യമായ ഒരു സമയത്തിന്റെ ഒരു ഉണ്ടായിരുന്നെങ്കിലും അതിപ്പോൾ 3:30 തന്നെ ഈ ചർച്ച ആരംഭിക്കാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. 38 ദിവസം നീണ്ട ഈ സഹന സമരത്തിന് അതിന് ഒരു ശുഭപര്യവസാനം ഉണ്ടാകുമോ എന്നുള്ളതാണ് അവരുടെ ഇത്രയും നാൾ അവർ ഉയർത്തിയിരുന്ന ആവശ്യങ്ങൾ. അവരുടെ നിയമസഭയുടെ മറ്റൊരു ഗേറ്റിലൂടെ ആയിരിക്കും അവർ ഇപ്പോൾ അകത്തേക്ക് പ്രവേശിക്കുക. ഇവിടെ മെയിൻ ഗേറ്റ് വഴിയല്ല, അകത്ത് മാധ്യമങ്ങളും ഒക്കെ പ്രവേശിക്കുന്ന മറ്റൊരു വശത്തെ ഗേറ്റ് വഴി അകത്തേക്ക് പ്രവേശിക്കാറുണ്ട്. സന്ദർശകർക്കുള്ള വഴി കൂടെ ആയിരിക്കും ഇപ്പോൾ നിയമസഭയ്ക്കുള്ളിലേക്ക് അവർ പ്രവേശിക്കുക എന്നുള്ളത്. എന്തായാലും ആശമാരുടെ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കുമോ, അവർ ഉന്നയിച്ചിരുന്ന ആവശ്യങ്ങളെ പൂർണ്ണമായി അംഗീകരിച്ച് ചർച്ച നടത്തുന്നതിനായി ആശാവർക്കർമാർ നിയമസഭയ്ക്കുള്ളിലേക്ക് പോയിരിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.